തികച്ചും പോസിറ്റീവാണ്. ഞാനൊരു 100ഓളം ബൂത്തുകളിലെത്തി. ഇനി 2:30 മണിയായി ഇപ്പോൾ സമയം. 3.5 മണിക്കൂറാണ് ബാക്കി. കഴിവതും 180 ബൂത്തിലും എത്തണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചു എന്ന് വിചാരിക്കുക. എന്താ പറയാനുള്ളത്? എന്താ ചോദ്യം? ലക്ഷ്മിയെ കാണാനേ ഇല്ലല്ലോ. കുറച്ച് ദിവസം മുമ്പല്ലേ വന്നത്? അതെ, എനിക്ക് കുറച്ച് ദിവസം മുന്നേ വരാൻ പറ്റിയുള്ളൂ. അതായിരുന്നു അവസ്ഥ. വോട്ട് കുറഞ്ഞ ബൂത്തുകളിൽ 2 മണി മുതൽ 4 മണി വരെ ഇത്തവണ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ മതി. മണ്ടത്തരങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്റെ ബുദ്ധിമുട്ട് 60,000 ടോട്ടൽ വോട്ട്. താങ്കളുടെ വോട്ട് 60,000 കിടക്കുന്നായിരുന്നു. അല്ല, ഞാൻ കൃത്യമായിട്ട് 70,000-ന് മുകളിൽ എന്ന് പറഞ്ഞു. 70,000-ൽ കുറയാതെ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താണ് അതിന്റെ പേര്? ഈ സൗമ്യയുടെ വോട്ട് പോലും കള്ളവോട്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്. അപ്പോൾ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. എന്റെ ഭഗവാനെ, എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എന്നാലും സരിൻ പ്രതീക്ഷിക്കുന്ന 70,000 വോട്ടിൽ കുറവ് വരില്ല എന്ന ആത്മവിശ്വാസം. ദൈവമേ, ചതിച്ചു എന്നാ തോന്നണേ. ആ ചോദ്യം വളരെ വളരെ എന്നൊരു വരി ഊതരുത്. ഒരുപാട് പേർ കൂടുതൽ വന്നാൽ ഈ പറയുന്ന വോട്ടിന്റെ എണ്ണവും കൂടുകയായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. ഓ, പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. അറിഞ്ഞു ചെയ്യാൻ പോകുന്ന വോട്ടുകളാണ്. പറഞ്ഞു പറ്റിക്കൽ അവസാനിച്ചു എന്നുള്ളത് തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിലത് കാണണം. ജനങ്ങൾ ഏകദേശം 5-8 ദിവസങ്ങൾക്ക് മുന്നേ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു. എന്നാലും ഏത് മഹാഭാവികളാണോ ഈ കടുങ്കൈ ചെയ്തത്? പിന്നെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് ഉള്ള പ്രതീക്ഷ തന്നെ ഇവിടെയുള്ള വോട്ടർമാർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. LIC എടുത്തുണ്ടോ? ഇല്ലെങ്കിൽ വേഗം എടുത്തോളൂ. അതുകൊണ്ട് തന്നെ നല്ല ശുഭപ്രതീക്ഷയാണ്. അല്ല, ഇങ്ങനെയൊക്കെ പോവാണെങ്കിൽ തവണകൾ അധികം അടയ്ക്കേണ്ടി വരില്ല.